ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT റിലീസുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി പാട്രിയോട്ടാണ്. മോഹൻലാലും മമ്മൂട്ടിയും അടങ്ങുന്ന വലിയ താരനിര അണിനിരുന്ന ഒരു സിനിമയായിരുന്നു പാട്രിയോട്ട്. തിയേറ്ററുകളിൽ വലിയ വിജയം തന്നെയാണ് പാട്രിയോട്ട് കൈവരിച്ചത്. ഇതൊരു പൊളിറ്റിക്കൽ സ്പൈ ആക്ഷൻ മൂവിയാണ്. ജൂൺ 5-നാണ് ഇതിൻ്റെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. C5-ൽ നമുക്ക് പാട്രിയോട്ട് കാണാവുന്നതാണ്. അടുത്തതായിട്ടുള്ള സിനിമയാണ് സുഖമാണോ സുഖമാണ്. മാത്യു തോമസ് നായകനായി വന്ന സിനിമയാണ് സുഖമാണോ സുഖമാണ്. ഇതൊരു ഫാൻറ്റസി കോമിക് മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമിൽ മെയ് 29 മുതൽ ലഭ്യമാവുന്നതാണ്. അടുത്തതായി ബസൂക്ക. ബസൂക്ക ഇറങ്ങിയിട്ട് ഒരു 5-6 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ടും ആളുകളുടെ പ്രതീക്ഷ മുഴുവൻ ബസൂക്കയുടെ OTT റിലീസിലായിരുന്നു. ഇപ്പോൾ അവസാനമായി ജൂൺ 1 വീക്കിന് ബസൂക്ക OTT റിലീസാവുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ബസൂക്ക റിലീസാവുന്നത്. അടുത്ത മൂവി ലീഡറാണ്. ഇതൊരു സ്പൈ ആക്ഷൻ മൂവിയാണ്. ലെജൻഡ് ശരവണനാണ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ഇത് ആമസോൺ പ്രൈമിൽ മെയ് 29 മുതൽ സ്ട്രീമിംഗ് ചെയ്യുന്നതാണ്. അടുത്തതായി അനോമിയാണ്. ഭാവനയുടെ വളരെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് അനോമി. ഇത് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ലഭ്യമാണ്. അടുത്തതായി തങ്കമണി. ദിലീപിന്റെ കുറച്ചു കാലങ്ങൾക്ക് മുൻപ്, ഏകദേശം 1 വർഷത്തിന് മുൻപ് ഇറങ്ങിയ സിനിമയാണ് തങ്കമണി. OTT റിലീസിലേക്ക് പോവുകയാണ്. സൈന പ്ലേയിലാണ് ജൂൺ ആദ്യ വാരം മുതൽ ഇതിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും ഈ സിനിമ നേടിയിരുന്നില്ല. പഴയ കാലത്തെ കേരള ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് തങ്കമണി എന്ന സിനിമ. അടുത്തതായി പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത ഭൂത് ബംഗ്ല എന്ന മൂവിയാണ്. അക്ഷയ് കുമാറാണ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ഇത് ജൂൺ 12 മുതൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ OTT റിലീസുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.